ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നാട്ടിൽ പല പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. കൊള്ളിക്കപ്പ, ഉണക്കക്കപ്പ, അങ്ങനെ ഒരു കപ്പയുടെ റെസിപ്പിയാണ് ഇത് നോക്കുന്നത്. അപ്പം ഞാനിവിടെ കുറച്ച് ഉണക്കക്കപ്പ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് നേരം പോലും ഒന്ന് കുതിർത്താനിടാം, എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂർ നമുക്കിത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുതിർത്താനിടാം. അങ്ങനെ അരമണിക്കൂർ കുതിർത്താൻ ഇട്ടിട്ടുണ്ട്. അതിന് അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് നമുക്ക് കുക്കറിലിട്ട് ഒറ്റൊരു പ്രഷർ കളഞ്ഞെടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളവും ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇട്ട് ഒരു പ്രഷർ കളഞ്ഞെടുക്കാം. നമുക്ക് ഇങ്ങനെ ഒരു പ്രഷർ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു പ്രഷർ പോയി കഴിഞ്ഞു. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ തന്നെ കപ്പ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. നമുക്ക് ഊറ്റി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കര നീര് ആവശ്യമാണ്. അപ്പോൾ ഞാനിവിടെ ഒരുക്കി വെച്ചേക്കുന്ന ശർക്കര നീര് നന്നായിട്ടൊന്ന് അരിച്ച ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് പാനിയായിട്ട് തന്നെ വരട്ടെ ശർക്കര നീര്. നന്നായിട്ട് പാനിയായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ തേങ്ങ ഇതിൽ കിടന്ന് നന്നായിട്ട് വിളയണം. അതുവരെ നമുക്ക് നന്നായിട്ട് വിളയിച്ചെടുക്കാം തേങ്ങ. അങ്ങനെ നമ്മുടെ തേങ്ങയും ശർക്കരയും നന്നായിട്ട് അതിനെ വിളഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കക്കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മധുരം നന്നായിട്ട് പിടിക്കണം. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് അത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ തേങ്ങയും ശർക്കരയും കപ്പയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മധുരമൂറം കപ്പ റെസിപ്പി ഇവിടെ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. പല രീതിയിൽ ഉണ്ടാക്കാം. ഇങ്ങനെയൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഇനി അടുത്ത പുതിയ വീഡിയോ ഇട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.